സ്കൂളിൽ പോകാതെ തെരുവിൽ ഫുട്ബോൾ കളിച്ചിരുന്ന ഒരു 7 വയസ്സുകാരൻ്റെ മുമ്പിൽ അവൻ്റെ ബന്ധു എത്തി പറയുകയാണ്, നിന്റെ അച്ഛൻ മരിച്ചുപോയി. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിന്ന് ഫുട്ബോളിൻ്റെ നെറുകയിലേക്ക് ഉയർന്ന സാദിയോ മനയുടെ ജീവിതം നിങ്ങൾക്കറിയാവോ? അവൻ ഫുട്ബോൾ കളിക്കുന്നത് അവൻ്റെ അച്ഛന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവനെ വലിയൊരു മതപണ്ഡിതനാക്കുന്നത് അയാൾ സ്വപ്നം കണ്ടിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ പടുചൂളയിൽ കിടന്ന ബംബാലി എന്ന ഗ്രാമത്തിൽ ജീവിച്ച അവൻ്റെ ബന്ധുക്കൾക്കും ഫുട്ബോൾ ഒരു സ്വപ്നമൊന്നും ആയിരുന്നില്ല. തലേ ദിവസം അവൻ്റെ അച്ഛന് വയറുവേദനയുണ്ടായിരുന്നു. തൊട്ടടുത്ത നഗരത്തിലേക്ക് 3 മണിക്കൂറുകൾ യാത്ര ചെയ്യണമായിരുന്നു. മെഡിക്കൽ അസിസ്റ്റൻസ് ഒന്നും അവിടെ ലഭ്യമായിരുന്നുമില്ല. നാട്ടുവൈദ്യം കാണിക്കുക മാത്രമേ അവരുടെ മുന്നിൽ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് അവൻ്റെ അച്ഛൻ മരിക്കുന്നത്. 500 മൈലുകൾക്കപ്പുറം സെനഗലിൻ്റെ തലസ്ഥാനമായ ദാക്കറിലെ അക്കാദമിയിൽ മനെ എത്തുന്നത് 15-ാം വയസ്സിലാണ്. അവൻ്റെ അങ്കിൾ അതിനായി തൻ്റെ ധാന്യം മുഴുവൻ വിൽക്കുന്നുണ്ട്. നാട്ടുകാർ പട്ടിണിയിൽ നിന്ന് അവന് പണം നൽകി അവനെ സഹായിക്കുന്നുണ്ട്. കീറിപ്പറഞ്ഞ ഷൂസ് ഇട്ട് വന്നവൻ ആദ്യം പരിഹസിക്കപ്പെടുകയായിരുന്നു. എന്നാൽ അവൻ്റെ കളി അവരെ അത്ഭുതപ്പെടുത്തുകയായിരുന്നു. ഒരിക്കൽ അവന് ഫ്രാൻസിൽ മെഡ്സിലേക്ക് ക്ഷണം കിട്ടി. ഫ്രാൻസിലെത്തിയ ശേഷം മാത്രമാണ് അവനത് അമ്മയോട് പറയാനായത്. തൻ്റെ മകൻ ഫ്രാൻസിലെത്തിയത് ആ അമ്മയ്ക്ക് വിശ്വസിക്കാൻ പോലും സാധിച്ചില്ല. സാൽസ്ബർഗിലെത്തിയതോടെ മാനെ പ്രശസ്തനാകുകയായിരുന്നു. ആദ്യ സീസണിൽ 20 ഗോളും 11 അസിസ്റ്റും നേടിയ മാനെ അടുത്ത സീസണിൽ 23 ഗോളുകളും 19 അസിസ്റ്റുകളും നേടി അവർക്ക് ലീഗ് കിരീടം നേടിക്കൊടുത്തു. മനയുടെ സ്വപ്നം എന്നും പ്രീമിയർ ലീഗായിരുന്നു. അവൻ്റെ ചെറുപ്പത്തിൽ എവിടെയൊക്കെയോ TV-യിൽ അവൻ കണ്ടിട്ടുള്ളത് പ്രീമിയർ ലീഗ് മാത്രമായിരുന്നു. സതാംപ്ടണിലേക്കുള്ള വിളി അവൻ്റെ ജീവിത സ്വപ്നമായിരുന്നു. എന്നാൽ തുടർച്ചയായ കളികളിൽ ഗോൾ നേടാനാകാതെ മനെ ബെഞ്ചിലായി പോകുന്നുണ്ട്. പക്ഷേ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ഏറ്റവും വേഗമേറിയ ഹാട്രിക് നേടിയാണ് മനെ തിരിച്ചു വരുന്നത്. ലിവർപൂളിൻ്റെ പുതുയുഗത്തിൻ്റെ ആരംഭം മനയുടെ ട്രാൻസ്ഫറിലൂടെയാണ്. പിന്നീട് വന്ന സാല സൂപ്പർ താരമായപ്പോഴും ഒപ്പം അവരുടെ വിജയങ്ങളിൽ മനയ്ക്ക് തത്തുല്യമായ പ്രാധാന്യമുണ്ടായിരുന്നു. എതിർ ഡിഫൻസുകൾ അയാൾ കീറി മുറിച്ചതും അവരുടെ അറ്റാക്കിങ്ങിന് എക്സ്ട്രാ ഡൈമെൻഷൻ കൊടുത്തതും മനയാണ്. തൻ്റെ ഗ്രാമത്തിന്, തൻ്റെ രാജ്യത്തിനായി തൻ്റെ സമ്പത്തിൻ്റെ ഒരു ഭാഗം അയാൾ നീക്കിവച്ചിരിക്കുന്നു. ഒരിക്കൽ തൻ്റെ അച്ഛന് ചികിത്സ ലഭിക്കാതിരുന്ന ഗ്രാമത്തിൽ അയാൾ വലിയൊരു ആശുപത്രി നിർമ്മിക്കുന്നു. സ്കൂളും സൂപ്പർ മാർക്കറ്റും അയാൾ നിർമ്മിക്കുന്നു. ഇന്നും തൻ്റെ ഒഴിവുവേളകൾ തൻ്റെ ഗ്രാമത്തിലെത്തി അവർക്കൊപ്പം ഒരാളായി ജീവിക്കുന്നതിൽ അത്രയേറെ അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്നുണ്ട്. 2002-ൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് ഫുട്ബോളിൽ ഉദിച്ചുയർന്ന സെനഗലിൻ്റെ സുവർണകാലം മനയിലൂടെയാണ്. വന്ന വഴി മറന്നുപോകാത്ത സാദിയോ മനെ.